വഴുതനങ്ങ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെ ഒരു കിടിലൻ കോംബോ ആണ്. അപ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മീഡിയം സൈസിലുള്ള 2 വഴുതന എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. വഴുതനങ്ങ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വാങ്ങണം. കാരണം വെണ്ടയ്ക്കയിലുള്ള പോലെ തന്നെ ഇതിലും പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് നോക്കിയിട്ട് ഉള്ളിൽ പുഴുവലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ 2 എണ്ണം ഞാനിതാ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മാത്രം ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ മീനിനെല്ലാം മസാല തേക്കുന്നില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ വഴുതനങ്ങയിൽ മൊത്തം നന്നായിട്ട് മസാല പെരക്കി വെക്കണം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ചാൽ മതി. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം ഇടാൻ മറന്നു എന്നിട്ടാ. അപ്പോൾ ഞാനത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മഞ്ഞളും മുളകെല്ലാം ഇട്ടിട്ടില്ലേ, ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ മസാല പെരക്കി വെച്ച നമ്മുടെ ഈ വഴുതന മൊത്തം നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. വേഗം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പം കണ്ട 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇത് ഫ്രൈ ചെയ്യാനുള്ള സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ വെച്ച് ചൂടാക്കിയ ശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളകില്ലേ, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് മതി, അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഇത് സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈരിലേക്ക് നമുക്ക് ഈ നമ്മൾ കടുകെല്ലാം വറുത്ത് വെച്ചിട്ടില്ലേ, ആ സംഭവം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രിഞ്ചാൾ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യത്തെ ലെയറായിട്ട് ഒരു 3-4 പീസ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള പീസെല്ലാം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള പീസെല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഉപ്പാക്കി കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. വഴുതനയും തൈരും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുതേ.